ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡയറ്റ് ലാബിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡയറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്തി സാലഡാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ ഡയറ്റ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഡയറ്റ് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. അതുപോലെ തന്നെ DietLab.UK എന്നൊരു വെബ്സൈറ്റും കൂടെ ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള സാലഡ് പ്രിപ്പറേഷൻ റെസിപ്പി നമുക്ക് നോക്കാം. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്ക് പീസാണ്. ചിക്ക് പീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെള്ളക്കടല. അത് ഉപ്പും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് വേവിച്ചതാണ്. അത് ഒരു ബൗളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിക്ക് പീസിൽ പ്രോട്ടീൻ മാത്രമല്ല, നമുക്ക് വേണ്ടുന്ന ഫൈബേഴ്സും വൈറ്റമിൻസും അതുപോലെ തന്നെ ധാരാളമായിട്ട് മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഒനിയൻ്റെ ഹാഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് എടുത്താൽ മതി. ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് കടല, പക്ഷേ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വേണ്ടി വരും. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചിക്ക് പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചിക്ക് പീസ് ഇതിലേക്ക് നമുക്ക് ഇടാം. ഒരു ബൗൾ ഫുള്ള് ഞാൻ എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഒനിയൻ വൺ ഓഫ് ദ ബെസ്റ്റാണ്. ഒനിയൻ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബർ എന്ന് പറയുന്നത് ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും വാട്ടർ കണ്ടൻറ്റും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് എന്ന് പറയുന്നത് ലോട്ട് ഓഫ് ന്യൂട്രിയൻസ്, ബീറ്റാ കാരോട്ടിനും അതുപോലെ വൈറ്റമിൻ എ റിച്ച് ആണ്. പിന്നെ നമുക്ക് ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓപ്ഷണലാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. നമ്മുടെ സാലഡിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഓർഗാനോ യൂസ് ചെയ്യുന്നുണ്ട്. ഓർഗാനോ വേണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്ക് അവരത് കഴിച്ചോളും. അതുകൊണ്ട് ലേശം ഓർഗാനോ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ലേശം പെപ്പർ പൗഡറും കൂടെ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇടാം. ഒരു ഹാഫ് സ്പൂൺ പെപ്പർ പൗഡറിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തുള്ള പെപ്പർ പൗഡറും ഓർഗാനോവും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ ചിക്ക് പീസിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ലേശം ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇത്ര മതിയാവും. ഇനി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ സാലഡ് ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡയബറ്റിക് ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും BP കുറയ്ക്കാനായിട്ട് നോക്കുന്നവർക്കും വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് നോക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഒരേപോലെ കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ലേശം ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്ത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് ഈ കടലയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും, വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ മടിയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഈ പറയുന്ന പോലെ ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഇത് ഡയറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യണം. ഡയറ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.